ബേക്സ് ആൻഡ് കറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒലിവ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്പ്രെഡാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് കുബൂസിലും ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇതിലേക്ക് 2 ടൈപ്പ് ഒലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒരു 6 എണ്ണം ഉണ്ട്, ഗ്രീൻ 17 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒലീവ്സ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞ ടൈപ്പ് നോക്കി മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുരു ഇല്ലാത്ത ടൈപ്പാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ 2 മീഡിയം ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം വെച്ച് വേണം. 2 കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ മൾട്ടി കളറൊക്കെ ആകുമ്പോൾ സ്പ്രെഡ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം ഫേറ്റ ചീസ് വേണം. ചീസൊക്കെ മേടിക്കുമ്പോൾ ഉപ്പ് കുറഞ്ഞ ടൈപ്പ് നോക്കി മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ബ്രാൻഡിന് ഉപ്പ് നന്നായിട്ട് കുറവുണ്ട്, അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് ലുലുന്നാണ്. പിന്നെ ഒരുപാട് ഉപ്പുള്ള ടൈപ്പ് ചീസുണ്ട്, അത് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒലീവ്സിൻ്റെ കൂട്ടത്തിൽ ഇത് മിക്സാക്കി വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഉപ്പായി പോവും. പിന്നെ നമുക്ക് കഴിക്കാൻ കൂടെ പറ്റില്ല. ചീസിൻ്റെ പാക്കറ്റിൽ ഉപ്പിൻ്റെ അളവൊക്കെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം മേടിക്കാൻ. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ വേണം. ആദ്യമായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചീസും അതുപോലെ തന്നെ ഈ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒരു ചോപ്പറിലോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കാം. ചീസൊക്കെ ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ശരിക്കും അരഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ അരച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. കണ്ടോ, ചെറിയ ചെറിയ തരികളായിട്ട് മാറിയില്ലേ ഇപ്പം. ഇത് അരച്ചെടുത്ത ഉടനെ ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലേക്ക് മാറിക്കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണിത്. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതായിട്ടൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്